ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. ഇനി നമ്മളിന്ന് ചെയ്യാൻ പോണത് ഇറച്ചി പിടി എന്ന് പറയും. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അത് ഉണ്ടാക്കിയിട്ട് പിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് കാണാം. ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു ഉരുളന് നമുക്ക് അതുപോലെ ഉണ്ടാക്കി കാണിച്ചു. ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ഉരുള ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അമർത്തിയാൽ അങ്ങനെ വരും. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് കാണാം. അപ്പോൾ ചട്ടിയിൽ ലേശം വെള്ളം വെച്ചു. ഇതാണ്ടില്ലേ, ഇതിൽ ഈ കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മാവിലൊക്കെ ഉപ്പ് വരുന്നുണ്ട്. ഇത് മൂടിക്കൊടുത്തിട്ട് തിളക്കട്ടെ. അപ്പോഴും മക്കളെ നമുക്ക് ഇത് തിളച്ചു. ഇനി നമുക്ക് ഈ ഇറച്ചി നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് ഇതിൽ ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ തിളക്കുന്ന മൂടി വയ്ക്കാം. അപ്പം നമുക്കിത് നോക്കാം, തിളച്ചോ നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിടി ഇങ്ങനെ വാരിയിട്ട് കൊടുക്കാം. ഇത് ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിൽ വേവിക്കണവരും ഉണ്ട്, അങ്ങനെയും ചെയ്യും. ഇപ്പം ഇതിൽ നേരിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് വരുന്ന പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലാണ് ഇത്തിരി ഒരു കുറുക്കം കിട്ടണ്ടേ. ഇനി ഇത് പിടിയൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മക്കളെ, ഇത് നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചവിട്ടിയിട്ട് ഒഴിച്ചാൽ ഒന്നും കൂടി ഇങ്ങോട്ട് തിളയ്ക്കുമ്പോൾ അതിങ്ങോട്ട് കുറുകും. ഇനി നമുക്ക് വേണമെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് താളിക്കാം, എല്ലാം ഇങ്ങനെ കഴിക്കാം. തിളച്ചാൽ നോക്കാം. ഓ, തിളച്ചു. ഇനി ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നിർത്താം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കമ്മിയായിട്ട് ഞാൻ ഇത്തിരി ഉപ്പിട്ട്, അപ്പോൾ പാകമായി, ഇപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. അടുപ്പ് ഓഫാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അയക്കുക. ഇത്രയേ ഉള്ളൂ മക്കളെ. ശരി എന്നാൽ, അസ്സലാമു അലൈക്കും.